ഇന്ന് നമുക്ക് സിൽക്ക് സാരീസിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 6750 റേഞ്ചിൽ വരുന്ന സിൽക്ക് സാരീസ്. ഇതിനകത്ത് കസവിൻ്റെ വർക്കൊന്നുമില്ല, ത്രെഡിൻ്റെ വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേർക്ക് വീതം നമ്മൾ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാ മാസവും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഗീവ് അവേയുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സ് എല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്കും അതിനകത്ത് വിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിന് ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ശ്രീലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ്, തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാവുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഈ പ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു പർപ്പിൾ ഷെയ്ഡാണ്. സാരി നമ്പർ 1 പർപ്പിൾ ഷെയ്ഡ്. അതിനകത്ത് ഇങ്ങനെ ത്രെഡ് വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയിലും മുന്താണിയിലും ത്രെഡ് വീവ് ഡിസൈനാണ്. അപ്പോൾ കസവ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇതെല്ലാം ത്രെഡിൻ്റെ വീവാണ്, കസവില്ല ഇതിനകത്ത് ഒട്ടും. അതേപോലെ തന്നെ മുന്താണി വരുമ്പോഴും മുന്താണിയിലും അതുപോലെ തന്നെ ത്രെഡിൻ്റെ വീവാണ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലും ഈ ഒരു ബോർഡർ ഡിസൈൻ വരും. 6750 റേഞ്ചിൽ വരുന്ന സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സാരി ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് അടുപ്പിച്ച് തന്നെ ഈ വർക്ക് വരും. പിന്നെ നമുക്കിങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഈ വ്യൂ ഡിസൈൻ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വരും കേട്ടോ. പർപ്പിൾ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല സാരീസാണ്. കസവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. 6750. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു റെഡും ഒരു പിങ്കും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്, സാരി നമ്പർ 2. ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല, ഒരു നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ത്രെഡ് വീവ് ഡിസൈനിൽ വന്നിരിക്കുന്ന സാരി നമ്പർ 2. അല്പം ഒരു റെഡും പിങ്കും ഒക്കെ, റെഡും പീച്ചും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കളറ്. ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീവ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈൻസാണ്. സാരി നമ്പർ 3 വരുമ്പോഴും ഒരു പർപ്പിൾ ഷെയ്ഡ്. അതിൻ്റെ ഡിസൈൻ വരുന്ന ഇതേപോലെയാണ്. സാരി നമ്പർ 3. ഇതാണ് സ്ലീവ് ആൻഡ് ബോർഡർ. നമുക്ക് ഈ മുന്താണിയുടെ എൻ പോർഷനിൽ വരുന്ന ഈ ഒരു ഡിസൈനൊക്കെ ആയിരിക്കും കേട്ടോ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുക്കുന്നത്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു റോയൽ ബ്ലൂ പീകോക്ക് ബ്ലൂ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്, സാരി നമ്പർ 4. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ത്രെഡ് വീവിൻ്റെ ഡിസൈനാണ്. ഇതിനകത്ത് അല്പം ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ബ്ലൂ ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ചെറിയൊരു ഡബിൾ ഷെയ്ഡോട് കൂടി വരുന്ന ഷെയ്ഡാട്ടോ ഇത്. നല്ല നമുക്ക് കാഞ്ചീപുരം സാരീസിലൊക്കെ വരുമല്ലോ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഒരു ഡബിൾ ഷെയ്ഡ്, ആ പാറ്റേൺ. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡ്. ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല, നല്ലൊരു മെറൂൺ. സാരി നമ്പർ 5 ഒരു ലൈറ്റർ ടോണിൽ നിൽക്കുന്ന മെറൂൺ. സാരി നമ്പർ 6 വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കർ മെറൂൺ. 6 അല്പം കൂടെ ഡാർക്കായിട്ടുള്ള മെറൂൺ.
ഇതിൻ്റെയൊക്കെ ആ ഡിസൈനൊക്കെ ഭയങ്കര രസമാട്ടോ. ശരിക്കും നമ്മുടെ ഇത് കണ്ടോ, മുന്താണിയിലെ ഡിസൈനും അതുപോലെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലെ ഡിസൈൻ ഇങ്ങനെ വരും. ടാസൽസൊക്കെ കെട്ടിയിട്ടുണ്ട്. അടുത്ത് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂ. അടുത്ത് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ്, സാരി നമ്പർ 8. നല്ലൊരു ബ്യൂട്ടിഫുൾ പർപ്പിൾ ഷെയ്ഡ്. ഒത്തിരി ഡാർക്കും അല്ല ഒത്തിരി ലൈറ്റും അല്ല, ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ്, സാരി നമ്പർ 8. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഈ വർക്ക് വരും. സാരി നമ്പർ 9 വരുമ്പോൾ എഗെയിൻ ഒരു മെറൂൺ ഷെയ്ഡ്, സാരി നമ്പർ 9 മെറൂൺ ഷെയ്ഡ്. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ഡസ്റ്റി പിങ്ക് ടോൺ, സാരി നമ്പർ 10. സാരി നമ്പർ 10. സാരി നമ്പർ 11 നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, സാരി നമ്പർ 11 ഒരു ബ്രൗൺ ഷെയ്ഡ്. എല്ലാത്തിലും ത്രെഡിൻ്റെ വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ഇതിനകത്തൊട്ടും കസവിൻ്റെ ഒരു വർക്കും ഇല്ല കേട്ടോ. സാരി നമ്പർ 11. സാരി നമ്പർ 12 നല്ലൊരു വൈൻ പിങ്ക് ഷെയ്ഡ്, സാരി നമ്പർ 12 ഒരു വൈൻ പിങ്ക് ഷെയ്ഡ്. സാരി നമ്പർ 13 പിങ്ക്, സാരി നമ്പർ 13 പിങ്ക്. ഇതാണ് ഇതിൻ്റെ സ്ലീവൻറ്റ് ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 13 പിങ്ക്. സാരി നമ്പർ 14 വരുമ്പോഴും അല്പം ഒരു മെറൂണും ബ്രൗണും കൂടെയൊക്കെ ചേർന്നൊരു ഷെയ്ഡ്, സാരി നമ്പർ 14 ഒരു കാഞ്ചി മെറൂൺ ആ ഒരു ഷെയ്ഡ്, സാരി നമ്പർ 14. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.